വരാനുള്ള പ്രൊജക്ട് ഇപ്പൊ റിലീസ് നമ്മുടെ അയാം ഗെയിം ഗെയിമിനെ നിലവിൽ എന്താ പറയാൻ പറ്റും? ഈ വീട്ടിലല്ലേ അല്ല, സ്റ്റോറി കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡബിങ് ആണ് കഴിഞ്ഞു. ഡബിങ് കഴിഞ്ഞ് ഓണർ റിലീസാണല്ലോ. ഓണർ റിലീസിന് ഒരു എന്താ പറയാ DQ's ഹോം കമ്മിങ്. ഇപ്പോൾ മലയാളികൾ 3 വർഷത്തോളമായി മലയാള സിനിമ ദുൽഖറിൻ്റെ കണ്ടിട്ട്. അപ്പോൾ ആദ്യം ഇറങ്ങിയത് RDXന്റെ കൂടെ തന്നെ കിങ് ഓഫ് കത്ത്, അതേ ഡയറക്ടറിൻ്റെ കൂടെ തന്നെ എന്താണ് അയാം ഗെയിം വരുമ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളം ഉണ്ട്? ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം DQന്റെ കുറേ നാളുകൾക്ക് ശേഷം മലയാളത്തിലൊരു സിനിമ ഇറങ്ങുന്നു, അതും നഹാസിൻ്റെ ഡയറക്ഷനിൽ ആഫ്റ്റർ RDX. പിന്നെ അതിനകത്തൊരു ഭാഗമാകാൻ സാധിച്ചാൽ ഭയങ്കര സന്തോഷം. അതായത് ഹൈ എക്സ്പെക്റ്റേഷൻ. എത്രത്തോളം ദിവസം ഷൂട്ടിങ് കാര്യങ്ങൾ? എത്ര ദിവസം ഷൂട്ട് കാര്യം ഡേയ്സ് ഓഫ് നമ്പർ ഓഫ് ഡേയ്സ് എനിക്കറിയില്ല അതിൻ്റെ എക്സാക്ട്ലി ഡേയ്സ്. എനിക്കൊരു 10 ഡേയ്സോളം 10 to 12 ഡേയ്സോളം ഉണ്ടായിരുന്നു. കൊച്ചിയിൽ തന്നെ ആയിരുന്നു? അല്ലല്ലേ, ഞാൻ ട്രിവാൻഡ്രം. എന്ത് ജോണർ എന്താ പറയാൻ പറ്റുന്നത്? ഇതൊക്കെ ഒന്നും പറയാൻ പറ്റില്ല എനിക്ക്. നഹാസ് എല്ലാം പറയും. വേഫെയറിന്നും അതിൻ്റെ ഡയറക്ടർ നഹാസും എല്ലാം അപ്ഡേഷൻ എന്തായാലും. ഓക്കെ, വേറെ കാര്യം ചോദിക്കുന്നത്, അടുത്തത് കഴിഞ്ഞാൽ വീണ്ടും ഒരു വലിയ പ്രൊജക്ടിന്റെ ഭാഗമാണ് പെപ്പെ, കീർത്തി സുരേഷ്. ഷൂട്ട് കാര്യങ്ങളൊക്കെ അതിപ്പോൾ അടുത്ത മാസം തുടങ്ങും. അതിൻ്റെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താ ജോണർ? ഫാന്റസി അങ്ങനത്തെ വലിയൊരു പരിപാടി? എല്ലാം പറയാം. അവർ ഞാനത് പറഞ്ഞ് ശരിയാവില്ലല്ലോ. അതിൻ്റെ ഡയറക്ഷൻ പ്രൊഡക്ഷൻ അവർ എന്തായാലും അതിൻ്റെ ഒരു അപ്ഡേഷൻ ഉണ്ട്. പിന്നെ ഹാസ്ബ്രോയുടെ പ്രൊജക്റ്റില് അയാം ഗെയിം എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ട്? സെറ്റിലൊക്കെ പോയിട്ട് ഫോട്ടോ ഷെയർ ചെയ്യും. എല്ലാരും പോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നന്നാവും. അത് അവൻ ഭയങ്കര സ്വപ്നം കണ്ട് കുറേ നാൾ ആഗ്രഹിച്ചു വന്ന ഒരു പ്രോജക്റ്റാണ്. നന്നാവും. അത് ആത്മാർത്ഥതയോടെയാണ് പടം. അല്ല, ഹൈദരാബാദ് ആ ലൊക്കേഷനിൽ പോയിട്ടാണോ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്? ഇവിടെ അല്ല ഞാൻ ഇവിടെ സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുത്തായിരിക്കും. ഫോട്ടോ ഫോട്ടോ അവിടെ നിന്ന് പോയിട്ടാണ്? അല്ല ഇവിടെ സ്റ്റുഡിയോയിൽ എങ്ങനെയുണ്ട് പ്രതീക്ഷ? എങ്ങനെയുണ്ട്? ഭയങ്കര രീതിയിലാണ് DQന്റെ പ്രൊജക്ട്. ഇപ്പോൾ 3 വർഷത്തോളമായി മലയാളികളെ വെയിറ്റ് ചെയ്ത് മലയാളം പടം എന്ന രീതിയിൽ. ഓക്കെ, ആദ്യത്തെ RDXന്റെ കീഴിലാണ് കിങ് ഓഫ് കോത്തൻ. അതേ RDXന്റെ ഡയറക്ടർ 3 വർഷം നമുക്ക് നല്ലൊരു സിനിമ കാണാൻ എന്നുള്ള രീതിയിൽ പോയി ഭയങ്കര എക്സൈറ്റിങ്. കാരണം അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഭയങ്കര ആത്മാർത്ഥതയോടെ ഒരു ഗംഭീര സിനിമ ആവാൻ വേണ്ടി അവർ മാക്സിമം ട്രൈ ചെയ്യുന്നത്. അപ്പം ഞാനും എല്ലാവരും പോലെ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫാമിലിയുടെ കൂടെ പറഞ്ഞത് ദുൽഖർ എന്താ പറഞ്ഞു? ഒന്നുമില്ല, നമ്മളോടിങ്ങനെ സിനിമയെ പറ്റി ചോദിച്ചു. നെക്സ്റ്റ് പരിപാടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. ഓക്കെ.